പബ്ജി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? വരാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ പബ്ജി കളിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നോ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് നമ്മളുടെ ഗെയിമിന്റെ ആ ഒരു ത്രില്ല് നഷ്ടപ്പെടാറുണ്ട്. ഇനി മുതൽ അങ്ങനെയുള്ള ആ സംഭവം നിങ്ങൾ ഏതൊരു ഗെയിം കളിക്കുന്ന സമയത്തും ഉണ്ടാവില്ല. അത് മാത്രമല്ല കേട്ടോ, എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗെയിം കളിക്കുമ്പോൾ ഒരു ലാഗിങ്, ഇന്റർനെറ്റ് കണക്ഷന്റെ ആ സ്പീഡ് പോരാ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ. ഞാൻ കിരൂസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. നമ്മൾ നേരത്തെ പ്രമോ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ നടക്കുന്ന ബാക്കി എല്ലാ തരത്തിലുമുള്ള ആക്ടിവിറ്റിയും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം. ഒരു കോൾ വരുന്നത്, ഒരു നോർമൽ കോൾ വരുന്നത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അങ്ങനെ തുടങ്ങി മറ്റ് ആപ്പുകളിൽ നിന്നും വരുന്ന കോളുകൾ, മെസ്സേജുകൾ, മറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്താൽ അത് മൊബൈൽ ഡാറ്റ ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, അത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇങ്ങനെ പങ്കുവെച്ചെടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ഓൺലൈൻ ഗെയിമിന് അത്രേ കിട്ടുള്ളൂ ഒരു ഷെയർ. അതുകൊണ്ട് എന്താ ഉണ്ടാവും? നമ്മളുടെ പെർഫോമൻസ് എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പടി പിന്നിലാവും നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കളിക്കുന്ന ഗെയിമിന് മാത്രം ഇന്റർനെറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കി എല്ലാ ആപ്ലിക്കേഷനും ഇന്റർനെറ്റും ബ്ലോക്ക് ചെയ്യണം. ഇതെല്ലാം നടക്കും ഒറ്റ ക്ലിക്ക് മാത്രം മതി. അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാനും കഴിയും. ആപ്ലിക്കേഷന്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ലഭിക്കുന്നതാണ്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. കൂട്ടുകാർ ഗൂഗിൾ എടുത്തതിന് ശേഷം ഇതുപോലെ kirus.in എന്ന് ടൈപ്പ് ചെയ്യാം. സ്പേസ് ചെയ്ത് കുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കാണാൻ കഴിയും. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഏത് ഡൗൺലോഡ് ലിങ്ക് ആണോ നോക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ പുതിയ സിനിമകളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒരു ഡൗൺലോഡ് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കൂട്ടുകാർക്ക് പബ്ജി കളിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ പബ്ജി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഗെയിംസുകൾ ഇതുപോലുള്ള സകല നോട്ടിഫിക്കേഷൻസും കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗെയിം മാക്സിമം സ്പീഡിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ തന്നെ കാണാൻ കഴിയുക. താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗെയിമുകൾ ഏതാണോ ആ ഗെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മൊബൈൽ ഫോണിൽ പബ്ജിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ജി മാത്രം ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്യുകയാണ്. പബ്ജി മൊബൈലായിട്ട് ശേഷം സേവ് കൊടുക്കാം. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ടോട്ടലായിട്ട് ഒരു ഓട്ടോ മോഡ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി പബ്ജി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിംസിന് മാത്രമായിട്ട് ഓരോ മോഡ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ആദ്യമായിട്ട് കൂട്ടുകാർക്ക് ഇവിടെ മുകളിലത്തെ ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കാം. വരുന്ന കൺഫർമേഷൻ അലോ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് വൈറ്റ് ലിസ്റ്റ് ആപ്സ് എന്നുണ്ടാവും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട. ക്ലീനിങ് മോഡ് അഗ്രസീവ് ആയിട്ട് കൊടുക്കാം. വൈഫൈ എന്നുണ്ടാവും. വൈഫൈ എന്ത് മാറ്റാണ് വേണ്ടതെന്നുള്ളത് അത് ഒന്നും ചെയ്യേണ്ട. ഓൺലൈൻ ഗെയിം ആയതുകൊണ്ട് ഡിസബിൾ ഓട്ടോ ബ്രൈറ്റ്നസ് അത് വേണമെങ്കിൽ എനാബിൾ ചെയ്ത് കൊടുക്കാം. അതായത് ബ്രൈറ്റ്നസ് കുറയണ്ട. നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് ബ്രൈറ്റ്നസ് വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ചേഞ്ച് റിംഗ് ടോൺ വോളിയം. കളിക്കുന്ന സമയത്തുള്ള റിംഗ് ടോൺ കോൾ വരുമ്പോഴുള്ള വോളിയം എന്താക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മീഡിയ വോളിയം അതെല്ലാം നിങ്ങൾക്ക് മാനുവൽ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഓട്ടോ റിജക്റ്റ് കോള്. നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് കോളുകൾ GSM കോളുകൾ വരികയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ എനാബിൾ ചെയ്യാം. ബ്ലോക്ക് വാട്സാപ്പ് കോൾസ്, നേരത്തെ കണ്ട പോലെ തന്നെ വാട്സാപ്പ് കോളുകൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനാബിൾ ചെയ്യാം. ഉടൻ തന്നെ നിങ്ങളോട് ഇതുപോലൊരു VPN ആക്സസ് ചോദിക്കും, പേടിക്കേണ്ട, കണ്ടിന്യൂ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി നോട്ടിഫിക്കേഷൻ ബ്ലോക്കിംഗ് അതും എനാബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഒരു തരത്തിലുള്ള ഒരു ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്കൊരു ശല്യമായിട്ട് മാറില്ല. ബ്ലോക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഫോർ ദിസ് ആപ്പ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി ആപ്ലിക്കേഷൻസുകളെല്ലാം ഇൻ്റർനെറ്റ് എടുക്കുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഓപ്ഷൻ്റെ എനാബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനും പിന്നെ ഇൻ്റർനെറ്റ് എടുക്കില്ല. നിങ്ങൾ PUBG കളിക്കുന്ന സമയത്ത് PUBGക്ക് മാത്രമാണ് ഇൻ്റർനെറ്റ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഗെയിം അത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതോടൊപ്പം ഏറ്റവും സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് എല്ലാ ആപ്പുകളും ഷെയർ ചെയ്തെടുക്കുമ്പോൾ PUBGക്കും വളരെ കുറച്ച് മാത്രമാണ് അതിൻ്റെ ഡാറ്റ കിട്ടുകയുള്ളൂ. PUBG ഹാങ് ആവാനും അല്ലെങ്കിൽ സ്ലോ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്പിന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. പിറകിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ PUBG പ്ലേ ചെയ്യാം. ഡു നോട്ട് ഷോ കൊടുക്കാം, ഓൾ റൈറ്റ് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ നിന്നും ഒരു കോള് വിളിക്കുകയാണ് എൻ്റെ നമ്പറിലോട്ട്. കൂട്ടുകാർക്ക് ഒരു തരത്തിലും നിങ്ങൾ കളിക്കുന്ന ഗെയിമിന് ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശല്യം ഉണ്ടാവില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാനുവൽ കോൾ ഡയൽ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി കോൾ അടക്കം ബ്ലോക്ക് ചെയ്യും. നമുക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് ഗെയിം കളിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി. കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും നിങ്ങളുടെ ടാസ്ക് ബാറിൽ നിങ്ങൾക്ക് എത്ര കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, എത്ര നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം PUBG കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് ഗെയിമാണോ കളിക്കുന്നത് ആ സമയത്ത്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ കാണാൻ കഴിയും എന്തൊക്കെ തരത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് റീഡ് ചെയ്യാനും കഴിയുന്നതാണ്. സംഭവം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇന്ന് പങ്കുവെച്ച ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ കൂട്ടുകാർക്ക് ദിവസേന ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി എനാബിൾ ആക്കി കൊടുക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.